രജി, പി ചിദംബരത്തിൻ്റെ തുറന്നു പറച്ചിലിൻ്റെ ആത്മാർത്ഥമായിട്ട് തന്നെയല്ലേ കാണേണ്ടത്? കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടില്ല. പക്ഷേ എങ്കിലും ചിദംബരം പറഞ്ഞത് വസ്തുതകൾ തന്നെയല്ലേ? ചിദംബരമായിരുന്നില്ല മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി. പക്ഷേ എങ്കിലും ചിദംബരം കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള ഒരാളെന്ന നിലയിൽ അണിയറ കഥകളെല്ലാം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയല്ലേ ഇത്തരമൊരു തുറന്നു പറച്ചിലിന്, വെളിപ്പെടുത്തലിന് അദ്ദേഹം തയ്യാറായത്? നോക്കൂ, അദ്ദേഹം ഈ സംഭവത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ചുമതലയേൽക്കുകയുണ്ടായി, അത് വസ്തുതയാണ്. പക്ഷേ ഇത് 17 വർഷത്തിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ അന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയും രാജ്യത്തിൻ്റെ ദേശീയ താല്പര്യങ്ങളും അന്നത്തെ സിറ്റുവേഷനുമായിട്ട് വേണം അതിനെ താരതമ്യം ചെയ്യാൻ. ഒരു രാജ്യം ഒരു ഏതെങ്കിലും ഒരു തിരിച്ചടിയിലേക്കോ യുദ്ധത്തിലേക്കോ കടക്കുകയാണെങ്കിൽ അതിൽ ധാരാളം കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. എടുത്തുചാടി ഒരു ജനാധിപത്യ രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായി യുദ്ധം ചെയ്യുക അത്ര നിസ്സാരമായി നമുക്ക് കാണരുത്. കാരണം ഇന്നത്തേൻ്റെ അത്ര ഒരു രാജ്യശക്തിയിൽ അക്കാലത്ത് ഉണ്ടായി എന്ന് നമുക്ക് കരുതാനുമാവില്ല. മാത്രമല്ല, നയതന്ത്ര തലത്തിലും സെക്യൂരിറ്റി തലത്തിലും ഇൻ്റലിജൻസ് തലത്തിലും ഒക്കെ ഇന്ത്യ അതിനുശേഷം വലിയ പുരോഗതി കൈവരിക്കുകയുണ്ടായി. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് USA-യുമായിട്ടും UK-യുമായും ഇസ്രായേലുമായും ഫ്രാൻസുമായും സെക്യൂരിറ്റി. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം ഇന്ത്യ കൂടുതൽ സ്ട്രെങ്തൻ ആയിട്ടുണ്ട്, കൂടുതൽ ശക്തി കൈവരിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. റെജിയുടെ വാക്കുകൾ ഞാൻ മനസ്സിലാക്കുന്നു. 2014 ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. ഇന്ത്യ മഹാരാജ്യം 1947 മുതൽ 2014 വരെ സൃഷ്ടിച്ചതിനെ എന്താ വിസ്മരിക്കുന്നത്? എത്രയോ ദേശീയ നേതാക്കളുടെ അവരുടെ സംഭാവനയാണ് ഇന്ത്യ അങ്ങനെ ആയിത്തീർന്നത്. ഞാൻ പറഞ്ഞത് അതല്ല. 17 വർഷത്തെ രാഷ്ട്രീയ കാലാവസ്ഥയല്ല 2025 ഉണ്ടായിരുന്നത്. 2008 ഇന്ത്യയുടെ സ്ഥിതിയും 2025 സ്ഥിതിയും വ്യത്യസ്തമാണ്. അന്ന് നയതന്ത്ര തലത്തിലുള്ള ഒരു പരിഹാരമാണ് അന്നത്തെ സർക്കാർ കൂടുതൽ പരിഗണിച്ചത്. അപ്പോൾ അത് രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു. 2008-നെയും 2025-നെയും താരതമ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് എന്തുകൊണ്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നതിന് കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം നൽകിയില്ല. ഇപ്പോൾ റെജി പറയുന്നത് അന്ന് നമ്മുടെ സൈന്യം സുശക്തമായിരുന്നില്ലേ, അന്ന് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അത് നയതന്ത്രജ്ഞതയിൽ രാഷ്ട്രതന്ത്രജ്ഞത പ്രകടിപ്പിക്കുന്നതിൽ മുൻനിരയിലായിരുന്നില്ലേ? എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ഇച്ഛാശക്തിയുള്ള ഭരണകൂടമായിരുന്നില്ലേ? തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പ്രാപ്തി ഇല്ലാത്ത മന്ത്രിമാരായിരുന്നോ? ഇതൊക്കെ തുറന്ന് പറയേണ്ടതല്ലേ? അല്ലാതെ 2008, 2025 നേരത്തെ ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന ബ്രിഗേഡിയർ ഈഷേവാലൻ പറഞ്ഞു സൈന്യം സുസജ്ജമായിരുന്നു, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടലുണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത്, ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണം അനിവാര്യമായിരിക്കുമ്പോൾ ഒരിക്കലും നോ പറയുന്ന ഒരു സൈന്യമോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയമോ അല്ല ഭാരതത്തിൻ്റേത്. അത് അന്നാവട്ടെ ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്ന് കുറേ കൂടി സുശക്തമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ വേണ്ടത് ആർജവമുള്ള ഒരു ഭരണ നേതൃത്വം. അവിടെയാണ് നേരത്തെ ശ്രീ RV ബാബു ചൂണ്ടിക്കാണിച്ചത്. അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി ആയിരുന്നെങ്കിലും കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് മാഡം സൂപ്പർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതല്ലേ അതിൻ്റെ ശരി? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ അമേരിക്കൻ സമ്മർദ്ദത്തിന്, പാകിസ്ഥാൻ സമ്മർദ്ദത്തിനൊക്കെ വഴങ്ങിയിട്ടുണ്ടാവും. മാത്രമല്ല, അന്ന് ഇസ്ലാമിക തീവ്രവാദത്തോട് മൃദു സമീപനമാണ് ഇന്നത്തേതുപോലെ അന്നും നിങ്ങൾ സ്വീകരിച്ചു പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ചിദംബരത്തിൻ്റെ വെളിപ്പെടുത്തൽ ഗുരുതരമായി തന്നെയല്ലേ കാണേണ്ടത് റിജി? അതൊക്കെ ശ്രീ അനിൽ നമ്പ്യാർ അങ്ങയുടെ തെറ്റായ നിഗമനങ്ങളാണ്. തീവ്രവാദത്തോട് ഒരു തരത്തിലും ഒരിക്കലും കോൺഗ്രസ് പ്രസ്ഥാനം ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കോ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ഇവിടെ ഒരു ജനാധിപത്യ രാജ്യം ഒരു അയൽ രാജ്യവുമായി യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ, അത്തരത്തിലൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം രാജ്യത്തിൻ്റെ താല്പര്യമാണ്, ജനങ്ങളുടെ താല്പര്യമാണ്. രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും വേണ്ടി നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ സർക്കാരിന് ഒട്ടനവധി കാര്യങ്ങൾ
പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായിട്ട് അതിൻ്റെ അന്ന് നേതൃത്വം വഹിക്കുന്നവരുടെ കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. നോക്കൂ, ഇന്ത്യ പ്രത്യാക്രമണം 6 തവണ നടത്തിയിട്ടുണ്ട്. സർജിക്കൽ സ്ട്രൈക്ക് 6 തവണ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. ഞാനതിൻ്റെ ഓരോ തീയതി ഉൾപ്പെടെ വേണമെങ്കിൽ ഇപ്പം വായിക്കാം. അപ്പോൾ അതൊന്നും ഒരു വോട്ട് നേടുന്നതിനുള്ള ഒരു അവസരമായി ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നയതന്ത്ര തലത്തിലും ലീഗൽ തലത്തിലും മറ്റ് സെക്യൂരിറ്റി തലത്തിലും ഇന്ത്യ അതിശക്തമായി ശക്തി ആർജിച്ചത് അതിനുശേഷം നടത്തിയ നടപടികളിലൂടെയാണ്. ഇന്ത്യ US-ഉമായി ഒരു കരാറുണ്ടാക്കി. അതുപോലെ ഹാഫിസ് സയ്യിദിനെ ഭീകരനായിട്ട് പ്രഖ്യാപിച്ചു. ജമാ അദ്ദുവയെ ലോകത്തിലെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. ഇന്നത്തെ സ്ഥിതി നോക്കൂ. ഇന്ന് നമ്മുടെ അയൽ രാജ്യങ്ങൾ, നമ്മുടെ നയതന്ത്ര തലത്തിലെ ഇന്നത്തെ പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കൂ, നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ട് നമ്മൾ പല രാജ്യങ്ങളുമായി അത്ര നല്ല സൗഹൃദ ബന്ധമല്ല ഇന്ന് പുലർത്തുന്നത്. നയതന്ത്ര തലത്തിൽ നമ്മൾ അന്ന് കിട്ടിയ ഒരു പിന്തുണ നമുക്കിന്ന് കിട്ടുന്നില്ല. അന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ പിന്നിൽ അണിനിരന്നിരുന്നു. യുണൈറ്റഡ് നേഷൻസിലെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന സമീപനം നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു. ലോകരാജ്യങ്ങൾ നമ്മളോടൊപ്പം നിന്നു. അപ്പോൾ ഇന്ന് നോക്കൂ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ മൂന്നാം കക്ഷി ഇടപെടില്ല എന്നുള്ളത് ഇന്ത്യയുടെ ശക്തമായ ഉറച്ച തീരുമാനമാണ്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 52 തവണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇന്ത്യ പാകിസ്ഥാൻ 2 ആണവ രാജ്യങ്ങൾ നടത്തിയ യുദ്ധത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്, എനിക്ക് നോബൽ സമ്മാനം നൽകണം എന്ന്. അതിനെ അങ്ങനെ മൂന്നാം കക്ഷി ഇടപെട്ടിട്ടില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി തൻ്റെ ഇടത്തോടെ ഉറച്ച് ഇതുവരെയെങ്കിലും മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഈ സാഹചര്യത്തിലാണ് 2008 അന്നത്തെ തീരുമാനം, അന്നത്തെ സാഹചര്യത്തിൽ അതായിരുന്നു ഉചിതം. ആ ഒരു ഘട്ടത്തിൽ ആ തീരുമാനമായിരുന്നു രാജ്യത്തിന്റെ ഉന്നതിക്ക് നല്ലത്. നടത്തി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി എന്നൊക്കെയാണ് ചിദംബരം പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ പരാമർശിച്ചത്. അതാണ്, അതായത് കോൺഗ്രസിന്റെ കയ്യിലുള്ള ഒരു ആയുധം ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ, NDA സർക്കാർ, അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴിപ്പെടുന്നു എന്ന ഒരു ആരോപണമാണല്ലോ നിങ്ങൾ സ്ഥിരം ഉന്നയിക്കുന്നത്. അപ്പോൾ നോക്കൂ, 2008 പറഞ്ഞത് നിങ്ങളുടെ നേതാവാണ് കേട്ടോ, BJP നേതാവല്ല ചിദംബരം. 2008 അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി കോണ്ടലീസ റൈസ് ഈ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഡൽഹിയിലെത്തി മൻമോഹൻ സിംഗുമായിട്ട് ചർച്ച നടത്തി, അങ്ങനെ സമ്മർദ്ദത്തിലാക്കി. അപ്പോൾ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങിയൊരു സർക്കാരായിരുന്നില്ലേ അത് അന്നത്തെ സർക്കാർ? പിന്നെ നിങ്ങൾക്ക് എന്ത് ധാർമ്മിക അവകാശമാണ് ഉള്ളത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും കുറ്റപ്പെടുത്താൻ? നോക്കൂ, നയതന്ത്ര തലത്തിൽ നയതന്ത്രജ്ഞർ പല രാജ്യങ്ങളുമായി സൗഹൃദമായി പല കാര്യത്തിലും ഇടപെടാറുണ്ട്. നമ്മളിപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ എത്രയോ ഡിപ്ലോമാറ്റ്സും അക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കോണ്ടലീസ റൈസും ആ സമയത്ത് ഇന്ത്യയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ അവർ പിന്നീട് ഒരു അവകാശവാദമായി ഉന്നയിച്ചിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തെ ഒഴിവാക്കിയത് എൻ്റെ ഇടപെടലാണ് എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ഒരു നിർദ്ദേശങ്ങളോ സജഷൻസോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു അഭിപ്രായമോ ആയിരിക്കാം. അങ്ങനെ നമ്മൾ ലോകത്തിലെ ഒരു ഒറ്റപ്പെട്ട രാജ്യമല്ലല്ലോ. ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചേരിചേരാ നയം പിന്തുടരുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ പല രാജ്യങ്ങളും നമ്മളുമായി സൗഹൃദത്തിലുള്ള രാജ്യങ്ങൾ നമ്മളുമായി ആശയവിനിമയം നടത്തും. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആത്യന്തികമായി ഇന്ത്യ ഒരു തീരുമാനമെടുക്കും. അപ്പോൾ അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളായിരിക്കും. അപ്പോൾ നോക്കൂ, അന്ന് നമ്മളൊരു തിരിച്ചടിക്ക് തയ്യാറായില്ല എങ്കിൽ പോലും രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. ഈ ഹാഫിസ് സയ്യിദിനെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി ഭീകരനാണെന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. യുണൈറ്റഡ് നേഷൻസിൽ ഐക്യകണ്ഠേന ഒരു പ്രമേയം കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞു. ഇതൊക്കെ ഇക്കാലത്ത് ഈ നമ്മുടെ പഹൽഗാം അക്രമത്തിന് ശേഷം നടന്ന ആ യുദ്ധത്തിന് ശേഷം നമുക്ക് അത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു നടപടി നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞോ? ഈ യുദ്ധാനന്തരം എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഓവൽ ഓഫീസിൽ പാകിസ്ഥാൻ സൈനിക മേധാവി ആസിം മുനീറിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയല്ലേ ചെയ്തത്? അവിടെ നമ്മുടെ നയതന്ത്ര പരാജയമെന്ന് നമുക്ക് കരുതിക്കൂടെ? അത്തരത്തിൽ ചൈനയുമായിട്ട് നമ്മൾ അതിർത്തി തർക്കം നിലനിൽക്കുന്നില്ലേ? അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ബന്ധം നോക്കൂ, ബംഗ്ലാദേശുമായിട്ടുള്ള നമ്മുടെ ബന്ധം നോക്കൂ, മാലിയായിട്ടുള്ള ബന്ധം നമ്മൾ നോക്കൂ. അപ്പോൾ അവിടെയൊക്കെ പ്രതിസന്ധികൾ രൂപപ്പെട്ടു വരുന്നു. അപ്പോൾ അന്നത്തെ കാലവുമായി ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ അന്ന് നമ്മൾ രാജ്യാന്തര തലത്തിൽ ഇന്ത്യ അതിൻ്റെ ഇൻഡിവിഡ്വാലിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയിരുന്നു. രാജ്യ താല്പര്യത്തിൻ്റെ ഭാഗമായി നാം എടുത്തുചാടി
ഒരു യുദ്ധത്തിലേക്ക് അന്നത്തെ സാഹചര്യത്തിൽ കടന്നു പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിനുശേഷം നമ്മൾ സൈനികമായി ശക്തി പ്രാപിക്കുന്നതിനും ധാരാളം രാജ്യങ്ങളുമായി കരാറുണ്ടാക്കുകയും സൈനികമായി അവരുടെ സഹകരണം സ്വീകരിക്കുകയും നമ്മൾ ചെയ്യുകയുണ്ടായി. NIA രൂപീകരിച്ചത് അതിനുശേഷമാണ്. NSG അതിൻ്റെ പ്രാദേശിക തലത്തിൽ അതിൻ്റെ ഓഫീസുകൾ സ്ഥാപിച്ചത് അതിനുശേഷമാണ്. അങ്ങനെ അതുപോലെ നമ്മൾ ഇൻ്റലിജൻസ് കൂടുതൽ ശക്തിപ്പെടുത്തുകയുണ്ടായി. ലീഗലായിട്ട് നമ്മൾ ഇടപെടുകയുണ്ടായി. അജ്മൽ കസമിനെ നമ്മൾ തൂക്കിലേറ്റുകയുണ്ടായി. രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്ന് തെളിയിക്കുന്നതിനുള്ള എല്ലാ രേഖകളും രാജ്യാന്തര തലത്തിൽ യുണൈറ്റഡ് നേഷൻസിൽ നമ്മൾ എത്തിക്കുകയുണ്ടായി. അപ്പോൾ രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള എല്ലാ നടപടികളും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. പക്ഷേ നമ്മൾ തിരിച്ചടി ആ ഘട്ടത്തിൽ നൽകിയില്ലെങ്കിൽ പോലും നമ്മൾ 6 തവണ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയുണ്ടായി.